നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ, ഇന്ന് നമ്മുടെ അത്തമാണ്, അതുപോലെ തന്നെ ഗണേശ ചതുർത്ഥിയും കൂടിയാണ്. അപ്പോൾ രണ്ട് നല്ല ദിവസങ്ങൾ ഒത്തു വന്നിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പായസം കൊണ്ടുവരാം. അത് എളുപ്പമുള്ള പായസം, കുട്ടികൾക്ക് പ്രിയപ്പെട്ട പായസം, അതായത് ചവ്വരി പായസം. സാഗോ എന്ന് പറയും, അതുപോലെ തന്നെ ചിലവർ സബൂദാന എന്ന് പറയും. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, ആ സമയം അത്രയും ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഡിഷസ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം, പ്ലേലിസ്റ്റ് തരാം. അതുപോലെ തന്നെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന ആപ്പിൾ പിക്കിൾ ഒരുപാട് പേര് കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ വെറൈറ്റി പിക്കിൾ വേണമെന്നൊക്കെ പറഞ്ഞാലാണ് ഞാനത് ട്രൈ ചെയ്തത്. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സമയം ഈസി ആയിട്ടുള്ള സാഗോ പായസം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചവ്വരി പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതേപോലത്തെ ടേബിൾ സ്പൂണിൽ 5 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു എമൗണ്ടിലേ ചെയ്യുന്നുള്ളൂ, കാരണം ഓണമല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിന് പായസം ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുൻപായിട്ടും പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് മധുരം അകത്തേക്ക് ചെല്ലും. അതുകൊണ്ട് ചെറിയൊരു അളവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ പായസം വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പാലിൻ്റെ അളവ് ഇരട്ടി വയ്ക്കാൻ മതിയാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി എടുക്കുക. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ വയ്ക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഈ ചവ്വരി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നെയ്യ് ഉരുകിയിട്ടുണ്ട്, അതിലോട്ട് ചവ്വരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന പാത്രവും തവിയും ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പാത്രത്തിൽ നമ്മൾ പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കറിയുടെ മണമൊക്കെ മാറി നല്ല ക്ലീൻ ആയി പാത്രം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ പായസത്തിൻ്റെ രുചിയും മാറും, മണവും മാറും. അപ്പോൾ ഇത് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഒരു പൊട്ടുന്ന പോലെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും കേട്ടോ. അത് ചെറുതായിട്ടൊരു ചെറിയ കളർ ചേഞ്ച് വരും. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കുക്ക് ചെയ്യണം. ഇത് വെന്ത ശേഷം ആ വെള്ളം കളയും. അതൊരുമാതിരി നല്ലോണം തിക്കായിട്ടുള്ള വെള്ളമായിരിക്കും. ആ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് പിന്നെ പാലിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ സ്വാദ് കൂടിയതുപോലെ തോന്നിയത്. ആ വെള്ളം കളയണ്ടെങ്കിൽ കളയണ്ട, പക്ഷെ കളയുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മതിയാവും, നമുക്ക് ഓഫ് ചെയ്യാം. ഒരു 3 മിനിറ്റ് നേരം ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് ചൂടുവെള്ളം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇനി ഇത് നന്നായി കുക്കാവട്ടെ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിരിക്കുന്നത്. പെട്ടെന്ന് കുക്കാവണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ആയിട്ടില്ല, ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിലുണ്ടല്ലോ 1 ഗ്ലാസും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കവൻ കുറച്ച് സമയം എടുക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി 1 ഗ്ലാസും കൂടെ ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. അതിലോട്ട് 1 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ 3 ഗ്ലാസ്സിൽ അങ്ങ് വേവിച്ചോളൂ, അതായിരിക്കും നല്ലത്. ഞാൻ ആദ്യം 2 ഗ്ലാസ് ഒഴിച്ചതാണ് നോക്കിയതാണ്. ഓരോ ചവ്വരി അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഞാനതൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അരിപ്പയിൽ കൂടെ അരിച്ച് കൊണ്ടുവരാം. ഈ വെള്ളം കളയാൻ പോവുകയാണ് ഞാൻ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, ഞാൻ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ പാല് ചൂടാക്കുക, അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക. അതിനുവേണ്ടി ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 4 ഗ്ലാസ് പാൽ ഓൾറെഡി നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണി പെട്ടെന്ന് കഴിയും, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പാത്രത്തിൽ വെച്ചിട്ട് വീണ്ടും പാല് ചൂടാക്കാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ ചവ്വരി കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പാല് ചൂടാക്കാം. ഞാനിപ്പോൾ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെച്ചിട്ട് പാല് ഒരു 8 മിനിറ്റോളം 4 ഗ്ലാസ് പാല് അങ്ങ് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് പായസം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ പാത്രത്തിലോട്ട് നമുക്ക് ചൂടാക്കിയിരിക്കുന്ന നല്ല ചൂടുള്ള 4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് പാല് ഇതാ ഒഴിക്കുകയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഈ പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കിയാലും മതി, പക്ഷെ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ചെയ്തതാണേ. ഇനി അതുപോലെ തന്നെ 1 ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുന്ന 1 ഗ്ലാസ് ചൂടുവെള്ളം ഇതിൽ കിടന്നങ്ങ് വറ്റണം. അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി ഇതിലോട്ട് 3 ഏലക്കായ ഞാൻ ഇടുന്നുണ്ട്. ഏലക്കായ നന്നായി വാഷ് ചെയ്യണം. ഇത് ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇടുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മൊത്തത്തിലുള്ള ഏലക്കായ എന്നുണ്ടെങ്കിൽ നന്നായി വാഷ് ചെയ്യാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് ആ പൊടി ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ നമ്മുടെ പായസത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. 3 ഏലക്കായ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവസാനം നമുക്ക് ആ ഏലക്കായ എടുത്ത് കളയാം. പിന്നെ പഞ്ചസാരയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചവ്വരി ഉണ്ടല്ലോ,
അതങ്ങ് ചേർത്ത് കൊടുക്കാം. 3/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള 1/4 ഭാഗം ഈ പാലിൽ കിടന്നിട്ട് അങ്ങ് വേവണം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. എന്നിട്ട് ആ എക്സ്ട്രാ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന 1 ഗ്ലാസ് വെള്ളം വറ്റണം. ആ സമയമാകുമ്പോഴേക്കിനും പായസത്തിൻ്റെ കൺസിസ്റ്റൻസി നന്നായി വരും. ഒരു 10 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. ഞാനിപ്പോൾ പകുതി പഞ്ചസാരയും പകുതി കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ കേട്ടോ. പായസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. പിന്നെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വേറെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിന് പാട കെട്ടും. പാട കെട്ടിക്കഴിഞ്ഞാൽ പായസം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ പിള്ളേർക്കും പാട ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഇളക്കി കൊടുത്തോളൂ. പിന്നെ ഈ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് താഴെ അധികം പിടിക്കില്ല. മറ്റേ പാത്രമൊക്കെ ആണെങ്കിൽ പാല് താഴെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ വരും. പിന്നെ പാല് കരിഞ്ഞിട്ടുള്ള ഒരു മണം ഉണ്ടല്ലോ, അതും വരും. പിന്നെ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചവരിയുടെ അളവാണ്. ചവരിയുടെ അളവ് ഒരുപാട് ചവരി ഇട്ട് കഴിഞ്ഞാൽ പായസം കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ അങ്ങ് കട്ട പിടിച്ച് പുഡിങ് പോലെയാവും. നമുക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കാണുമ്പോൾ ചവരി കുറവ് പോലെ തോന്നും, പക്ഷേ നമ്മൾ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് പായസം റെഡി ആയിട്ട് വരുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. മൊത്തം ചവരി കുക്കായി കഴിഞ്ഞാൽ പിന്നെ പാലിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കുറച്ച് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ മുത്തുമണി പോലെ ആവുന്നത് ഈ പാലിൽ കിടക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുക, ട്രാൻസ്ലൂസൻ്റ് ആവുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിരിക്കുന്ന ഏലക്കയുടെ വാസന കുറവാന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ഏലക്കായ നിങ്ങൾക്ക് ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസമാണ് ഈ ചവരി പായസം. ഞാൻ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന പായസങ്ങളിലൊന്നാണിത്. അത് തമിഴ്നാട് ഹോട്ടലുകളിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ചവരി പായസത്തിന്. എൻ്റെ ചെറിയ മോന് ഭയങ്കര ഇഷ്ടമാണ്. അവയ്ക്ക് സേമിയാണ് ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഈസി ആയിട്ടുള്ള ചവരി പായസം ഉണ്ടാക്കുന്നത്. കാരണം അവർക്ക് ഈ ബോള് പോലെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഇഷ്ടമാണല്ലോ അല്ലേ. ഇനി നമുക്ക് ഇപ്പോൾ ചവരി ഞാൻ നോക്കുമ്പോൾ ചവരി നന്നായി കുക്കായിട്ടുണ്ട്, നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം കുക്കാവില്ല. മനസ്സിലായോ? ഒന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇത് കഴിച്ച് നോക്കിക്കോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഏലക്കായയുടെ ഫ്ലേവർ അത്ര വന്നിട്ടില്ല, അപ്പോൾ ഞാൻ 2 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തോളൂ. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പഞ്ചസാര പകുതിയും കണ്ടൻസ്ഡ് മിൽക്ക് പകുതിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മധുരം നോക്കിയതിന് ശേഷം മാത്രം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് തീരുമാനിക്കാം. 4 മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചാലും മതി കേട്ടോ, കുറച്ചും കൂടെ വറ്റിയിട്ട്. 1 നുള്ളു ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളെന്ന് പറഞ്ഞാൽ 1 നുള്ളേ ഇടാൻ പാടുള്ളൂ കേട്ടോ, കൂടുതൽ ഇടാൻ പാടില്ല. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോയില്ലേന്ന്. ഇത്രയും ചെറിയൊരു അളവിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പാലൊന്നും പിരിഞ്ഞു പോവില്ല, നമ്മുടെ ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ചെറിയൊരു മധുരമുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട്. പിന്നെ ഇത് തിക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും. അതായത് പാല് ചൂടാക്കിയിട്ട് പായസത്തിലോട്ട് അങ്ങ് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കട്ട പിടിച്ച പായസം നമുക്ക് ലൂസൻ ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യമേ തന്നെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ പായസത്തിന്. അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ പായസം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണെന്നാൽ ഞാൻ അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നോക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മധുരം നോക്കിയതിന് ശേഷം മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഓരോരുത്തർക്കും മധുരത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ വളരെ കുറച്ച് മധുരം മതി പായസത്തിന്, പക്ഷേ ചിലവർക്ക് നല്ലോണം മധുരം വേണം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എപ്പോഴും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മൊത്തത്തിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഈ മധുരം മതിയാകും. കാരണം ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ മധുരം കൂടും സംഭവത്തിന്. പിന്നെ മധുരം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം, പക്ഷേ മധുരം കൂടി കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ എപ്പോഴും പായസത്തിൽ ഉണ്ടാക്കുമ്പോൾ മധുരം കുറച്ചിടുക, പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മധുരം കൂടി, അത് കാരണം പിന്നെ ഇവിടെ പിള്ളേർ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞാൻ പാലൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ പാഠം പഠിച്ചു. നമ്മുടെ പായസം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഓഫ് ചെയ്യാം. പിന്നെ ചിലർ ഇതിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാറുണ്ട്, അതായത് പനിനീര്. അത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ഞാൻ പ്രാവശ്യം ആഡ് ചെയ്തിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ റോസ് വാട്ടറിൻ്റെ വാസന ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. അത് വളരെ കുറച്ച് മാത്രം കേട്ടോ, ഒരു ഡ്രോപ്പൊക്കെ ആഡ് ചെയ്താൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ വാനില എസൻസ് ആഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ പടെ ഈ ഏലക്കയുടെ ആ ഒരു വാസന മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഏലക്ക ഇതേപോലെ ഇട്ടു. ഞാൻ അവസാനം ഏലക്കൊക്കെ എടുത്ത് കളയും. ഇനി അവസാനമായിട്ട് നമുക്കിതിലോട്ട് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്
താളിച്ചങ്ങ് ചേർക്കണം. അണ്ടിപ്പരിപ്പിൻ്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് ചേർക്കാം. പക്ഷേ ഞാൻ ഈ പായസത്തിൽ കിസ്മിസ് ഇടാറില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ കിസ്മിസ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കിസ്മിസ് നിങ്ങൾ ആഡ് ചെയ്തോളൂ. എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിലോട്ടങ്ങ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പായസം ഓഫ് ചെയ്യണം കേട്ടോ. നമുക്ക് അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാട മുകളിൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിടാം. അതിന് വേണ്ടി ഇങ്ങോട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. തീ ചെറുതാക്കി വെക്കുക. അതിലോട്ട് കുറച്ച് മാത്രം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ഒഴിക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വാടി വരാൻ അത്ര ആവശ്യമുള്ള നെയ്യ്. അതിലോട്ട് നമ്മുടെ ഞാനൊരു 6 അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നെടുകെ കീറിയിട്ടുണ്ട്. 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട് ഓരോ അണ്ടിപ്പരിപ്പും. അത് ഇതിലോട്ട് ഇട്ട് ചെറിയ തീയിലിട്ടതിന് ശേഷം ബ്രൗൺ കളർ ആവുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കുക. ഒരുപാട് ചൂടോടുകൂടി നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ബ്രൗൺ കളർ ആവും. പക്ഷേ ഉള്ളിൽ അങ്ങ് കുക്കായിട്ടുണ്ടാവില്ല. അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ തീയിൽ വേണം നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാൻ. ഇത്തിരി സമയം എടുത്തു കഴിഞ്ഞാലും അതാണ് ടേസ്റ്റ് കേട്ടോ. ആവാറായിട്ടുണ്ട്. ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പായസത്തിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പായസത്തിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെക്കാം 5 മിനിറ്റ്. അപ്പോൾ ഈ നെയ്യിൻ്റെ ആ ഒരു വാസനയൊക്കെ പായസത്തിലോട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. പക്ഷേ ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തണുത്തിട്ടാണ് ഞാൻ എപ്പോഴും പായസം സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സദ്യ വിളമ്പുന്ന സമയമാകുമ്പോഴേക്കും കൺസിസ്റ്റൻസിയും കറക്റ്റ് ആയിരിക്കും, ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് കുടിക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം വറ്റിക്കുക കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇച്ചിരി ലൂസായിട്ടുള്ള പായസമാണ് ഇഷ്ടം. മാത്രമല്ല കുറച്ചും കൂടെ തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് കൂടും. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അതിൻ്റെ വറ്റിക്കുന്ന സമയം കൂട്ടാം. ഓക്കെ. ഇപ്പോൾ ഒട്ടും തന്നെ പാടയൊന്നുമില്ല. പിന്നെ പാട കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ നിന്ന് മാത്രം ഇങ്ങനെ കുറച്ച് പായസം ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പാലൊക്കെ അരിപ്പയിൽ കൂടി ഉള്ളിലോട്ട് പൊക്കോളും. പക്ഷേ ആ പാട അരിപ്പയിൽ അങ്ങ് വന്നോളും. അങ്ങനെയാണ് ഞാൻ അഥവാ പായസത്തിൻ്റെ മുകളിൽ പാട ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാറുള്ളത് കേട്ടോ. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇത് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള പരിപാടി അടിപൊളിയായിട്ടുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടുള്ള ചവ്വരി പായസം. ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി, എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഈ പായസം ഒരു 4 പേർക്കുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് വീണാസ്കറിവേൾഡിൻ്റെ വക ചവ്വരി പായസം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് പഞ്ചസാര കത്തി പിടിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ആരെങ്കിലും കൊതി വരുന്നുണ്ടോ? കൊതി വരുന്നില്ലല്ലോ. ഞാൻ കഴിച്ചോട്ടെ. അടിപൊളി. ആരെങ്കിലും വേണോ? ശരത്തേട്ട ഇങ്ങനെ ശരത്തേട്ടൻ്റെ കൂടെ ഉണ്ട് കേട്ടാ. ശ്വാസം പിടിച്ച് നിൽക്കേണ്ട ഒരാളിവിടെ. ജ്യൂസ് ഉണ്ട്, സുഖിയൻ പഴംപൊരി ജ്യൂസ്, പഴം പുഴുങ്ങിയത്, മാമ്പഴം. And you're eating passion fruit.